ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. എന്നത്തേക്കാൾ അല്പം താമസിച്ചാണ് മായി ഇന്ന് വന്നത്. സാധാരണ ദിവസങ്ങൾക്ക് വിപരീതമായി ഇന്നലെ മാധവ് കോൾ ചെയ്യുകയും ഒരുപാട് നേരം സംസാരിച്ച ശേഷമാണ് ഇരുവരും ഉറക്കത്തിലേക്ക് നീങ്ങുന്നതും. എന്തുകൊണ്ടോ ദിവസങ്ങൾക്ക് ശേഷമുള്ള മാധവന്റെ ഈ പെരുമാറ്റം മായുവിനേറെ സന്തോഷപ്പെടുത്തുകയാണ് ചെയ്തത്. മാളും മടങ്ങി വന്നതിൽ പിന്നെ എന്തുകൊണ്ടോ മാധവന് തന്നോടൊരു അകൽച്ച വന്നതായി തോന്നിയിരുന്നു മയുവിന്. ആദ്യം അത് തൻ്റെ സംശയമായി കരുതിയെങ്കിലും പിന്നെ ഉണ്ടായ അവൻ്റെ പ്രവൃത്തികളൊക്കെ അവളുടെ സംശയത്തെ ഊട്ടിയുറപ്പിക്കാൻ പാകത്തിനായിരുന്നു. കോളുകളിലൂടെ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും പരസ്പരം വിശ്വാസങ്ങൾ കൈമാറാറുണ്ട് ഇരുവരും. അതോടൊപ്പം അവൻ്റെ സംസാരങ്ങളൊക്കെയും ഏതൊരു മടിയും കൂടാതെ കേട്ടിരിക്കാനാണ് അവൾക്കും ഇഷ്ടം. എന്നാൽ അതൊക്കെ മെല്ലെ കുറഞ്ഞു വരികയാണ് ഉണ്ടായത്. ഒടുവിൽ മാധവിൻ്റെ കോള് തന്നെ പൂർണ്ണമായി നിലച്ചു എന്ന് പറയാം. എന്നാൽ അതിനൊക്കെ വിപരീതമായി ഇന്നലെ മാധവ് തന്നെ വിളിക്കുകയും മണിക്കൂറുകളോളം സംസാരിക്കുകയും ചെയ്തു. നീണ്ടുനിന്ന പ്രണയ നിമിഷങ്ങൾ കഴിഞ്ഞതെല്ലാം ഓർത്തൊരു പുഞ്ചിരിയോടെ കയ്യിൽ ചൂലും പിടിച്ചവൾ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റം മുഴുവൻ എന്നത്തെയും പോലെ പവിഴമല്ലി കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഒരരികിൽ നിന്നും മെല്ലെ അവൾ തൻ്റെ പണി ആരംഭിച്ചു. പെട്ടെന്നാണ് അതിന് പൂർണ്ണമായും തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മുറ്റത്തായി അല്പം വേഗത്തിൽ തന്നെ ഒരു കാറ് വന്ന് നിൽക്കവേ മായൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ കാറിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ട് മുമ്പത്തേക്കാൾ ഞെട്ടലായിരുന്നു വീണ്ടും അവളിൽ ഉണർന്നത്. എന്നാൽ തന്നെ കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന മായുവിനെ കാണുക മാധവ് ഒരു കള്ളച്ചിരി ചിരിച്ചു. ശേഷം കാറിൻ്റെ ഡോറടച്ച് അവൾക്കരികിലേക്ക് നടന്നു. ലൈറ്റ് ബ്ലൂ ഷർട്ടും ആൻഡ് ബ്ലാക്ക് ജീൻസുമാണ് അവൻ്റെ വേഷം. കണ്ണിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് സ്റ്റൈലിലുള്ള ആ നടത്തവും കണ്ട് വായും പൊളിച്ച് നിന്നുപോയി മായു. ഗുഡ് മോർണിംഗ് ബെറ്റർ ഹാഫ്. ഇരുകൈയും പാൻസിൻ്റെ പോക്കറ്റിൽ വെച്ച് ചുണ്ടു ചുളുക്കി അതേ കള്ളച്ചിരിയോടവൻ അത് പറയുമ്പോൾ മായു എപ്പോഴും ഏതോ ലോകത്തൊന്നും പോലെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അത് കണ്ട് മാധവിൽ എന്തോ ഒരു കുസൃതിയാണ് തോന്നിയത്. മെല്ലെ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ടവൻ അതിവേഗത്തിൽ അവളുടെ ഇടുപ്പിലൂടെ കൈ ചീറ്റി അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് ആ കവളിലൊന്ന് അമർത്തി കടിച്ചു. വേദനയിൽ കുതിർന്ന സ്വരം അവളിൽ നിന്ന് ഉയരുന്നതിനൊപ്പം ആ കണ്ണുകൾ കൂടെ മുറുകെ അടച്ചു തുറന്നു. അത്രയും അടുത്ത് കാണുന്ന ആ കണ്ണുകളുടെ കാന്തിക ശക്തിയിൽ കുടുങ്ങിപ്പോയവൾ ഒരു നിമിഷം അവളിൽ തന്നെ മതിമറന്ന അവനും. വാവ്, ബെസ്റ്റ് സീൻ. പെട്ടെന്ന് ഡോർ സൈഡിൽ നിന്നും അർജുൻ്റെ ശബ്ദം അല്പ ഉച്ചത്തിൽ തന്നെ ഉയരുമ്പോൾ മായി ഞെട്ടലോട് അവനിൽ നിന്ന് പിടഞ്ഞു മാറി. എന്നാൽ മാധവ് അർജുനെ നോക്കി പല്ല് കടിക്കുകയാണ് ചെയ്തത്. സമ്മതിക്കരുത്, ഒരു കാരണത്താൽ സമ്മതിക്കരുത് കേട്ടോ. നിന്നെ ആരോടൊക്കെ വിളിച്ചത്? ആകത്തങ്ങനെ ഇരുന്നാ പോരായിരുന്നു നിനക്ക്. മാധവ് ചവിട്ടി കുലുക്കി അർജുൻ്റെ അരികിലേക്ക് പായുമ്പോൾ മായി നൈസായി അവിടുന്ന് പിൻവശത്തേക്ക് മുങ്ങി. ഹലോ, എക്സ്ക്യൂസ് മീ, ഇത് എൻ്റെ വൈഫോസാ, അതായത് ഈ എൻ്റെയും വീട്. ആ എന്നോട് ആജ്ഞാപകൻ നീയാടെ കോപ്പേ. ഷർട്ടിൻ്റെ കൈ തുരുത്തി വെച്ച് അർജുൻ ഗൗരവത്തിൽ മാധവൻ്റെ അടുത്തേക്ക് നടന്നു. അളിയ, ഒന്നുമില്ലെങ്കിൽ നിന്റെ പെങ്ങളെ കിട്ടാൻ പോകുന്നതല്ലേ ഞാൻ. അപ്പം എന്നോട് ചോദ്യം അനിവാര്യമാണ് അളിയ. ഓ ഐ സി, കെട്ടേണ്ടവനാണെന്നുള്ള ഓർമ്മയൊക്കെ നിനക്കുണ്ടല്ലേ. നൈസ്. എന്തോ അർത്ഥം വെച്ച് അർജുൻ അത് പറയുമ്പോൾ അത്രയും നേരം ഉണ്ടായിരുന്ന മുഖഭാവത്തിൽ നിന്നും വളരെ പെട്ടെന്നായിരുന്നു മാധവ് മാറിയത്. അവിടെ വിവേകിച്ചറിയാൻ കഴിയാത്ത ഭാവങ്ങൾ വന്നു നിറഞ്ഞു. അർജുൻ, സത്യം പറഞ്ഞ എൻ്റെ ടെൻഷൻ ഈ നിമിഷം വരെ എന്നെ വിട്ട് പോയിട്ടില്ല. കഴിഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ആകെ ഒരു ഭയമാണ്. എല്ലാവരും എല്ലാം അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നൊരു പിടിയില്ല എനിക്ക്. വല്ലാതൊരു സംഘർഷം നിറഞ്ഞു നിന്നിരുന്നു മാധവിൻ്റെ വാക്കുകളിൽ. അത് മനസ്സിലായതുപോലെ അർജുൻ അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. നീ ടെൻഷൻ ആകണ്ട, എല്ലാം ഉടനെ ക്ലിയർ ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോയാൽ ആരും ഒന്നും അറിയാതെ നമുക്കിത് സോൾവ് ചെയ്യാൻ സാധിക്കും, അത് ഉടനെ. പക്ഷെ അർജുൻ, മാളവിക, അവൾ ഇതറിഞ്ഞ? പെട്ടെന്ന് സംശയത്തോടെയാണെങ്കിൽ നേരിയ ഭയത്തോടെ തന്നെയാണ് അവനത് ചോദിച്ചത്. ഒരു നിമിഷം അർജുൻ അവന് മുന്നിൽ നിശബ്ദത പാലിച്ചു. അവളൊന്നും അറിയണ്ട. ചുരുങ്ങിയ വാക്കുകളിൽ അവൻ അവൻ്റെതായ മറുപടി ഒതുക്കി. അത് പോസിബിളായി എനിക്ക് തോന്നുന്നില്ല അർജുൻ. നമ്മൾ വഴിയല്ലാതെ മറ്റൊരു രൂപത്തിൽ അവൾ അറിഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയൊരു തെറ്റുകൂടെ വേണം നിന്റെ ഭാഗത്തിൽ നിന്ന്. മാധവ്, ഫസ്റ്റ് ഓഫ് ഓൾ നീ ഈ കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മാളവിക ഇതറിഞ്ഞ അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം തന്നെ എല്ലാം മറന്ന് അവളെ എനിക്ക് എൻ്റേതായി കിട്ടിയിരിക്കുക. ഒരിക്കൽ കൂടെ അവളെ വെച്ച് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്തൊക്കെ സംഭവിച്ചാലും മാളവികയെ എനിക്ക് വേണം. അവളെ നഷ്ടം വരുത്തിക്കൊണ്ട് അർജുനെ ഇനി ഒന്നിനും കിട്ടില്ല. ഉറച്ച വാക്കുകളായിരുന്നത്, അതിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ അർത്ഥങ്ങളും. അലക്കാനുള്ള തുണികളെടുത്ത് ഹാളിലേക്ക് വന്ന സിന്ധു കാണുന്നത് ഉമ്മറപ്പടി കടന്നു വരുന്ന അർജുനെയും മാധവനെയാണ്. പെട്ടെന്ന് അവരെ മുന്നിൽ കണ്ട് ഞെട്ടലായിരുന്നില്ല, പകരം എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അവരിൽ നിറഞ്ഞത്. ശ്രീധരേട്ടാ, ദേ ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കൂട്ടം കാട്ടിത്തരാൻ ഞാൻ. കയ്യിലിരിക്കുന്ന ബക്കറ്റ് അവിടെ തന്നെ വെച്ചുകൊണ്ട് സിന്ധു തിരുക്കപ്പെട്ട് തൻ്റെ റൂമിലേക്ക് കയറി.
എങ്ങോ പോകാൻ റെഡിയായി വന്ന ശ്രീധരനെയും കൊണ്ട് അതിവേഗത്തിൽ പുറത്തേക്ക് പോന്നു. എന്താടോ കാര്യം പറയേ, താഴെ എന്നെ ഇങ്ങോട്ടേ വലിച്ചുകൊണ്ട് പോകുന്നത്? അവരുടെ ഈ പരാക്രമങ്ങൾ കണ്ട് ചോദിക്കാതിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ദേ ഒന്നങ്ങോട്ട് നോക്കിക്കേ, എന്താ കാഴ്ചാന്ന്. മുന്നിലേക്ക് മുഖം കൊണ്ട് കാണിക്കുമ്പോൾ ശ്രീധരന്റെ ശ്രദ്ധ ഒരു നിമിഷം അവിടേക്കായി. ആ നിമിഷം തന്നെയാണ് അർജുനും മാധവും ഹാള് കഴിഞ്ഞ് അകത്തേക്ക് വന്നത്. ഒരേ സമയം ഒരേ രീതിയിൽ ഒന്നിച്ച് അകത്തേക്ക് വരുന്ന തൻ്റെ രണ്ട് മരുമക്കളെയും കണ്ട് ശ്രീധരൻ അതേ നിൽപ്പ് നിന്നുപോയി. ഇതും കണ്ടുകൊണ്ടാണ് മാളുവും മയവും കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് വരുന്നത്. അർജുനെയും മാധവിനെയും കണ്ട് മയവിൽ പരിഭ്രമമായിരുന്നെങ്കിൽ മാളു തൻ്റെ ചുണ്ടുകളാൽ ചിരി അമർത്തി പിടിക്കുകയായിരുന്നു. മക്കള് രണ്ടാളുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷമായത്. ഇന്നലെ അർജുൻ മോൻ ഇറങ്ങിപ്പോയപ്പോൾ ചങ്കൊന്ന് പിടഞ്ഞു. എന്തായാലും മോനും മടങ്ങി വരാൻ തോന്നിയല്ലോ, അമ്മക്ക് സന്തോഷായി. സിന്ധു അർജുൻ്റെ അടുത്തേക്ക് പോകുന്ന അതേ സന്തോഷത്തിൽ പറയുമ്പോൾ മാധവ് കണ്ണും പിടിച്ച് അവനെ നോക്കിപ്പോയി. എന്നാൽ അർജുൻ നോക്കിയത് മാളുവിനെയാണ്. അവളിപ്പോഴും തൻ്റെ ചിരിയടക്കാൻ പാടുപെടുകയാണ്. ഓഹോ, അപ്പൊ ദി ഗ്രേറ്റ് ഫിലിം സ്റ്റാർ രാത്രി മതിലും ചാടി ഭാര്യ വീട്ടിൽ വന്നത് അമ്മായിയപ്പനും അമ്മായിയമ്മയും അറിഞ്ഞിട്ടില്ലല്ലേ? ഓവറാക്കി ചളാക്കലട അപ്പുകൂട്ടാം, എന്റെ മോന കപ്പൽ കയറും. അത് പറയുന്നതിനൊപ്പം അർജുൻ അടുത്ത് നിന്ന് മാധവിന്റെ തോളിൽ ശക്തമായ അമർത്തി. അർജുന്റെയും മാധവിന്റെയും സർപ്രൈസ് ഏറെ സന്തോഷിപ്പിച്ചത് ശ്രീധരനെയും സിന്ധുവിനെയായിരുന്നു. അച്ഛനും മക്കളും ഒന്നിച്ചിരുന്നാണ് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചത്. സിന്ധു രണ്ടാളെയും കാര്യമായി തന്നെ കഴിപ്പിക്കുന്നുണ്ട്. പുറമെ കാണിക്കുന്നില്ലെങ്കിലും മാളവും മയവും അതൊക്കെ ഉള്ളാൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്കിൾ, ഞാൻ ഔട്ട് ഹൗസിൽ നിന്നോളാം. വിവാഹത്തിന് മുന്നേ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളൊന്നും പറയില്ലെങ്കിലും കാണുന്നവരങ്ങനെ ആവണമെന്നില്ലല്ലോ. സോ ബെറ്റർ ഓപ്ഷൻ ഞാനവിടെ നിൽക്കുന്നതാണ്. ശ്രീധരൻ്റെ ഉള്ളിലും അത് ഉണ്ടായിരുന്നെങ്കിലും മാധവ് തന്നെ അത് പറയുമ്പോൾ അയാൾക്ക് നേരിയൊരു ആശ്വാസം തോന്നി. അതുകൊണ്ട് തന്നെ അയാളത് സമ്മതിക്കുകയും ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് മാധവും അർജുനും മാളുവും കൂടി ഔട്ട് ഹൗസിലേക്ക് പോയി. പോകാൻ നേരം മാളും മയുവിനെ കൂടെ വിളിച്ചെങ്കിലും എന്തുകൊണ്ടോ അവൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഇടയ്ക്കൊക്കെ അടിച്ചു വാരി ഇടുന്നത് കൊണ്ട് അധികം വൃത്തിയാക്കേണ്ടി വന്നില്ല മാളുവിന്. എങ്കിലും എല്ലായിടവും അവളൊന്ന് തൂത്തുവാരി കൂട്ടത്തിൽ തുടക്കുകയും ചെയ്തു. മൈ ഡിയർ വൈഫി. കിച്ചണിലെ പൈപ്പിൽ നിന്ന് കൈ കയറുകയാണ് മാളു. പിന്നിൽ നിന്നും മാളുവിനൊന്ന് പുണർന്നു അർജുൻ. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. എന്താണെന്ന് അറിയില്ല, ഇപ്പം എൻ്റെ ഫിലിം സ്റ്റാർ ആകെ ഒരു പഞ്ചാര കുഞ്ചും ആയിട്ടുണ്ടേ. പണ്ടത്തെ ആ കാലിപ്പനെ കാണാനേ ഇല്ല. നനഞ്ഞ കൈ തൻ്റെ ദാവണിത്തുമ്പിൽ തന്നെ തുടച്ചുകൊണ്ട് മാളും എല്ലാവരും വിട്ടുമാറി. എൻ്റെ മാളവിക, ഐ ആം ജസ്റ്റ് 28 ഓൾഡ്. അത് മാത്രം, ഇത്രയും ഇളം സുന്ദരിയായൊരു ഭാര്യ. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണ്ടടി എനിക്ക്? സോ കുറച്ച് ഷുഗറൊക്കെ ആവാം. അത് പറയുന്നതിനൊപ്പം അർജുൻ വീണ്ടും അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്നത്തെ ഈ സോപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയേ. കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. കാര്യം പറയേ. മാള് ഇരുപുരുകവും ഉയർത്തി ഒരു പ്രത്യേക രീതിയിൽ ചോദിക്കുമ്പോൾ അർജുൻ അവളെ നോക്കി ചിരിച്ച് കാണിച്ചു. അത് പിന്നെ മാളവിക, ഞാൻ നൈറ്റ് മാധവൻ്റെ കൂടെ ഇവിടെ സ്റ്റേ ചെയ്യാം. കുറച്ച് പേഴ്സണൽ മീറ്റിംഗ് ഉണ്ട്. അത് മാത്രമല്ല, ന്യൂ ഫിലിമിൻ്റെ ഒരു ഓൺലൈൻ ഡിസ്കഷനും ഉണ്ട്. സോ അത്രയും പറഞ്ഞ് അർജുൻ നിർത്തുമ്പോൾ മാളവനൊന്ന് സൂക്ഷിച്ച് നോക്കി. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? അവളുടെ ആ നോട്ടത്തിൽ അർജുനൊന്നും പതരാതിരുന്നില്ല. അതെന്താ അർജുൻ, ഞാൻ അറിയാത്തൊരു പേഴ്സണൽ മീറ്റിംഗ്? ഫുള്ളൊരു ഉടായ്പ മണക്കുന്നു. ദാറ്റ്സ് മീൻസ് അർജുൻ മനസ്സിലാകാത്തതുപോലെ കണ്ണൊന്ന് ചുരുക്കി. ഓ അതൊന്നുമില്ല. സത്യം പറയുക അർജുൻ. എന്താ അർജുൻ ഇനിന്ന് ഒളിക്കുന്നത്? ദേ, ഞാൻ മര്യാദയ്ക്ക് ഒരു കാര്യം പറയാം. ഇനിയും ഓരോന്നൊക്കെ ഇനിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലേ മുന്നത്തെ പോലെ കരഞ്ഞ് നിലവിളിച്ച് ഇരിക്കില്ല ഞാൻ. പകരം തന്നെയും കൊല്ലും ഞാനും ചാകും. പറഞ്ഞേക്കാം, ഈ മാളവികയുടെ തനിസ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. അടുത്തിരുന്ന ചെറിയൊരു കത്തിയെടുത്തവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് അത്യധികം ദേഷ്യത്തിൽ മാളത് പറയുമ്പോൾ അർജുൻ അറിയാതെ ഉമ്മനിറക്കിപ്പോയി. സത്യം പറയും, എന്നെ ഒളിപ്പിച്ചിവിടെ എന്താ പരിപാടി? അത് പിന്നെ കുറച്ച് കഴിക്കാൻ. പകുതി ചിരിയും ബാക്കി പകുതി ദയനീയതയും കാലത്ത് അർജുൻ അത് പറയുമ്പോൾ മാളവനെ കണ്ണു പിടിച്ച് നോക്കി. ഭക്ഷണം കഴിക്കാൻ നിങ്ങളെതിനെ എന്നെ മറക്കുന്നത്? ഇത്തവണ കണ്ണു പിടിച്ചത് അർജുനാണ്. എൻ്റെ പൊന്നു കുഞ്ഞെ, കഴിക്കാൻ ഉദ്ദേശിച്ചത് ഭക്ഷണം കഴിക്കുന്ന കാര്യമില്ല, ഡ്രിങ്ക്സാണ്. അതായത് തെളിയിച്ച് പറഞ്ഞ ആൽക്കഹോള്. തന്നോട് പറഞ്ഞാൽ ആ സമ്മതിക്കലും തോന്നി. മുൻപൊക്കെ ഡെയിലി ഇത് എനിക്ക് ഇല്ലാതെ പറ്റില്ലായിരുന്നു. സ്ത്രീ പോയതിൽ പിന്നെ അഡിക്റ്റായി എന്ന് വേണം പറയാൻ. ആ വേദന ഒഴിയാൻ എനിക്ക് കൂട്ടായി കൂടെ ഉണ്ടായിരുന്നു തോന്നിയ ഒന്നിതാണ്. പക്ഷേ താൻ എൻ്റെ ലൈഫിലേക്ക് വന്നതിൽ പിന്നെ ഒരുപാട് കുറഞ്ഞെന്ന് തന്നെ പറയാം. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് എനിക്കിത് വേണം തോന്നി. തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് വേണ്ടി അർജുൻ്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കണ്ട.
പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഇതെനിക്ക് വേണ്ടി അർജുൻ പൂർണ്ണമായി ഒഴിവാക്കുമെന്ന്. കാരണം ഒന്നും ചോദിക്കരുത്, ഐ എം ഷുവർ. അവനെ തടഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മറുപടി ഉന്നയിക്കുമ്പോൾ അർജുൻ നേരിയ പുഞ്ചിരിയോട് അവളുടെ അടുപ്പിൽ കൈയമർത്തി അവളെ തന്നോട് ചേർത്തു. ആർ യു ഷുവർ മൈ ക്രീപ്പർ? യെസ് മൈ കൊടുവള്ളി. അവൻ്റെ അതേ താളത്തിൽ തന്നെ അവളും മറുപടി പറഞ്ഞു. എന്നാൽ ആ നിമിഷം തന്നെ അർജുൻ അവൾ എടുത്തുയർത്തി ആ കിച്ചൺ സ്ലാബിലേക്ക് ഇരുത്തി. പെട്ടെന്നായതിനാൽ മാളൊന്ന് ഞെട്ടിക്കൊണ്ട് അവൻ്റെ ഇരുത്തോളിലായി കൈയമർത്തി. അർജുൻ എന്തീ കാണിക്കുന്നേ? ഏട്ടനുണ്ട് അപ്പുറത്ത്, കളി വേണ്ടട്ടോ. ഓഹോ, അവ ഏട്ടനില്ലായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നല്ലേ? ഒറ്റക്കണ്ണിറുക്കി കുസൃതിയോടെയുള്ള ആ ചോദ്യത്തിന് മാളും എല്ലാം മുഖം താഴ്ത്തി. അർജുൻ അവളുടെ ഇരു കാലുകൾക്കും ഇടയിലായി അല്പം കൂടെ അവളിലേക്ക് ചേർന്ന് നിന്നു. ശേഷം ഇരു കൈയാലും ആ മുഖം തന്നിലേക്ക് പിടിച്ചു വീഴ്ത്തി. ഒരു നിമിഷം ആ കണ്ണുകൾ തമ്മിലൊന്നടങ്ങി. ഏതോ ലോകത്തെന്ന പോലെ ആ മുഖങ്ങൾ തമ്മിൽ അടുക്കുമ്പോൾ ഒടുവിൽ അതൊരു നൂറിലെ വ്യത്യാസത്തിലായി. കടിച്ച്! പെട്ടെന്നാണ് അവർ ഇരുവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ശബ്ദം ഉയർന്നത്. ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി അർജുൻ കാണുന്നത് ഡോറുവുഡിൽ ഇരു കൈയും അമർത്തി നിന്ന് പൊട്ടിച്ചിരിക്കുന്ന മാധവനെയാണ്. മാളു ആകെ വശം കെട്ടി ഇരുന്നേടത്തും ചാടി താഴേക്ക് ഇറങ്ങി അർജുന്റെ പിന്നിലായി ഒളിച്ചു. എന്താണ് പൊന്ന പുല്ല ചിരിക്കുന്നത്? മാധവന്റെ ചിരിക്കപ്പുറം ഇത്തവണ ഉയർന്നത് അർജുന്റെ അലർച്ചയായിരുന്നു. ഒരു വേള മാധവ് മാത്രമല്ല, അവന്റെ നാവിൽ നിന്നും വന്ന സംസ്കൃത ശ്ലോകത്തിൽ മാളു പോലും ഞെട്ടിപ്പോയി. കോപ്പെ, ബാക്കിൽ കൊച്ചു നിൽക്കുന്നടാ. മാധവ് അർജുന്റെ അടുത്ത് വന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞപ്പോഴാണ് അർജുനും അത് ഓർത്തത്. ഒറ്റ കണ്ണിറുക്കി നെറ്റിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അർജുൻ വേഗം അവൾക്ക് നേരെ തിരിഞ്ഞു. സോറി മാളവിക, ഞാൻ പെടുന്ന ഞങ്ങൾ മാത്രമുള്ള ടൈമിലെ മൈൻഡിലായി പോയി. അത് കേട്ട് മാളവനെ കണ്ണും മിഴിച്ച് നോക്കി. അപ്പൊ നിങ്ങൾ മാത്രമുള്ളപ്പോൾ ഇതൊക്കെയാണ് സംസാരിക്കുക? ഇത്തവണ അവളുടെ ആ ചോദ്യത്തിന് ചിരിക്കാതിരിക്കാൻ അർജുനും മാധവനും കഴിഞ്ഞില്ല. ഒന്നുമില്ല പെണ്ണെ, ഞാൻ വന്നേക്കാം, നീ പൊക്കോ. അതിനൊന്ന് മൂളിക്കൊണ്ട് മാള് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അർജുൻ അടുത്ത് നിന്ന മാധവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ചുമരോട് ചേർത്തു. കോളാക്കിയല്ലോ, തൃപ്തിയായോടാ കോപ്പെ. സോറി അളിയ, രാവിലെ നീ എനിക്കിട്ട് താങ്ങി, ഇപ്പം ഞാൻ ദേ പലിശയും ചെയ്ത് നിനക്കും തന്നു, അത്രേ ഉള്ളൂ. മാധവൊന്ന് നെറ്റിച്ചു വിളിച്ചുകൊണ്ട് പറയുമ്പോൾ അർജുൻ അവനെ നോക്കി പല്ല് കടിച്ചു. നീ അതിനെങ്ങനെ കടിച്ചു പൊട്ടിക്കണ്ടടാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു കേട്ടിട്ടില്ലേ? ഞാനായതുകൊണ്ടേ ഇതിലൊതുക്കിയെന്ന് കരുതിയാൽ മതി. അതൊക്കെ വിട്ടിട്ട് അളിയാൻ വാ, നമുക്ക് നൈറ്റ് പാർട്ടിക്കുള്ളൊന്ന് നോക്കാം. അത് പറഞ്ഞ് മാധവ അർജുന്റെ തോളിൽ കൈയിട്ട് അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തിന്റെ നടുവിലായുള്ള കൊച്ചു കൈത്തോടിലേക്ക് ഇറങ്ങി നടക്കുകയാണ് മാളവും മായവും. അവർക്ക് തൊട്ടുപിറകിലായി മാധവും അർജുനും ഉണ്ട്. ഇതെന്തോന്നറേ, ഒരുമാതിരി അവാർഡ് ഫിലിം പോലെ, ആകെ ബോറ്. ഇതിനാണോ ഈ വെയിലും കൊണ്ട് ഇത്ര കിലോമീറ്റർ ദൂരം നടന്നത്? ഇതിനേക്കാൾ നല്ലതേ വീട്ടിലിരിക്കുന്നതായിരുന്നു. നടത്തത്തിന്റെ ഇടയിൽ അല്പം മുഷിച്ചിലൂടെ മാധവ് അത് പറയുമ്പോഴാണ് അർജുന്റെ ശ്രദ്ധ മാളവിൽ നിന്നും അവനിലേക്ക് ആകുന്നത്. സാറിനിപ്പോൾ എന്താ വേണ്ടത്? നടത്തം നിർത്തി അർജുൻ ഇടുപ്പിൽ കൈകുത്തി നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ മാധവ് അവനെ നോക്കി ഒരു കള്ളച്ചിരി അങ്ങ് ചിരിച്ചു. അത് കണ്ട് അർജുൻ അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. അളിയനൊരു കാര്യം ചെയ്യും, പെങ്ങളെയും കൊണ്ട് മുന്നേ നടന്നോ, അപ്പൊ ബാക്കിയുള്ളതിനെ എനിക്ക് കിട്ടും. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാനായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലിരുന്നാൽ പോരായിരുന്നോ? ദയനീയമായി പറയുന്നവനെ കണ്ട അർജുന് ചിരിയാണ് വന്നത്. ഓക്കെ, വെയിറ്റ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അർജുൻ മുന്നോട്ട് നടക്കുമ്പോൾ മാധവ് അത് നോക്കി നിന്നു. മാളവിക, മൈവിനോടെന്തോ പറഞ്ഞു ചിരിക്കുന്നതിനിടയിലാണ് മാളു അർജുനെ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴേക്ക് അർജുൻ അവൾക്ക് അരികിലായി എത്തിയിരുന്നു. എന്താ അർജുൻ? പറയാം, താൻ വാ. മൈവയൊന്നും പാളി നോക്കിക്കൊണ്ട് അർജുൻ വേഗം മാളുവിൻ്റെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു. എന്നാൽ ഇത് കണ്ട് മായ ഒരു നിമിഷം ആ നിൽപ്പ് തുടർന്നു. കമ്പനി തരാനേ ഞാൻ മതിയോ? പെൺകഴുത്തിലറിഞ്ഞ് ഇളം ചൂട് നിശ്വാസത്തിൽ ഒപ്പം കാതിനരികിലായി ആ ശബ്ദം കൂടി ആയതും മഴ ഒരു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. അത്രയും അടുത്ത് നിൽക്കുന്നവനെ കാണുകെ അവളിലൂടൊരു പുറകിൽ പറഞ്ഞു. അതിനാക്കം കൂട്ടാനെന്നോണം മാധവ് അവളുടെ കയ്യിൽ തൻ്റെ കൈയാൽ കോർത്തു പിടിച്ചു. അതും കൂടി ആയതും മൈവിൻ്റെ മുഖം മെല്ലെ താഴ്ന്നു പോയി. ആമീ. മാധവിൻ്റെ ആ വിളിയിൽ വല്ലാത്തൊരു തരം ഞെട്ടിലായിരുന്നു അവൾ. ആദ്യമായി കേൾക്കുന്ന ആ വിളിക്കപ്പുറം മറ്റെന്തൊക്കെയോ ഒളിഞ്ഞിരിക്കും പോലെ. റിസ്കെടുത്ത് ഞാനിന്ന് ഇവിടേക്ക് വന്നതേ തന്നോടൊപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനാണ്. അറിയാലോ, വിവാഹത്തിന് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. മാളുവും അർജുനും തിരികെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടേക്ക് വരാനോ തന്നെ കാണാനോ ചാൻസ് ഇല്ല. സോ ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് വേണം. കുറച്ച് നാൾ നമുക്കിടയിലുണ്ടായിരുന്ന ആ വിരഹം മാറ്റാൻ. അവളുടെ വിരലുകളിൽ നിന്ന് അമർത്തിക്കൊണ്ട് ആ മുഖത്തേക്ക് ഉറ്റുനോക്കി അവനത് പറയുമ്പോൾ ഒരു നെറുപുഞ്ചിരി സ്ഥാനം പിടിച്ചു ആ ചുടികളിൽ. അതിന് മറുപുഞ്ചിരി കൈമാറിക്കൊണ്ട് മാധവ് അവളുടെ കൈയും പിടിച്ച് തന്നോട് ചേർത്ത് മുന്നോട്ട് നടന്നു.